ചില പേഷ്യൻസ് ആഫ്റ്റർ ബ്രസ്റ്റ് ഫീഡിങ് ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കം വിത്ത് ഒരു സാഗിങ് ബ്രസ്റ്റ് ആയിട്ട്. ഇറ്റ് എഫക്ട്സ് യുവർ സെൽഫ് കോൺഫിഡൻസ്. സോ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? പല പ്രശ്നങ്ങളായിട്ട് വരാം. ഒന്ന് ഈ പറഞ്ഞ പോലെ സാഗിങ് ആയിട്ട് വരാം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ സൈസ് വലുതായിട്ട് ലാക്ടേഷൻ നിർത്തി കഴിഞ്ഞിട്ടും ചിലപ്പോൾ ചുരുങ്ങാതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തൈസ് വരെയൊക്കെ എത്തുന്ന പോലത്തെ അത്രയും സൈസ് എൻലാർജ്മെന്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ഡീഫ്ലേഷൻ, ചുരുങ്ങിപ്പോവുക. സ്കിൻ വളരെ ലൂസായിട്ട് ചെറിയ ഒരു ബ്രസ്റ്റ് പോലെ ആകുന്ന ആൾക്കാരുണ്ട്. തേർഡ് തിങ് ഈസ് സാഗിങ്. സൈസ് കൂടുതലല്ല, പക്ഷേ ഇടിഞ്ഞു പോകും. മോളിൽ നിന്നുള്ള ഫുൾനെസ് താന്ന് ഇവിടെ അടിയിൽ കുറച്ച് ബ്രസ്റ്റ് കൂടുതലുള്ള പോലത്തെ സാഗിങ് ആയിട്ട് വരാം. ഇത് മൂന്നിനും 3 ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ബ്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വലുതാക്കും. വലുതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് ഫാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിലിക്കോൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് വലുതാക്കാൻ പറ്റും. അതിനായിട്ട് ഇടിഞ്ഞു പോയ ബ്രസ്റ്റ് ആണെങ്കിൽ ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് മാസ്റ്റോപെക്സി. ബ്രസ്റ്റിലെ ടിഷ്യൂ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. തേർഡ് തിങ് ഈസ് ഭയങ്കരമായിട്ട് സൈസ് കൂടുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ വരെ ബാധിക്കാൻ പറ്റും. കാരണം ആ വെയിറ്റ് കാരണം ഒന്ന് അവർക്ക് ഷോൾഡർ പെയിൻ വരാം, ബാക്ക് പെയിൻ വരാം. പിന്നെ ബ്രാ സ്ട്രാപ്പ് വെക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് കാരണം സ്ട്രാപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്കിൻ അവിടെ ഒരു പെർമനന്റ് ഒരു കുഴിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആ കേസിന് വി ക്യാൻ ഡു എ ബ്രസ്റ്റ് റിഡക്ഷൻ പ്ലസ് ലിഫ്റ്റ് ടുഗദർ. 5 കിലോസ് വരെയൊക്കെ നമ്മൾ ഒരാളുടെ ദേഹത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. കാരണം അത്രയും വലിയ ബ്രസ്റ്റ് ആണ്. എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഭയങ്കര യു സീ ദാറ്റ് സ്മൈൽ ഓൺ ദ ഫേസ്. വൺ ഓഫ് ദ സർജറീസ് ദാറ്റ് ദ പേഷ്യന്റ് ഈസ് വെരി ഹാപ്പി ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ഓഫ്. ഇപ്പോൾ കുറച്ച് ഇൻഫെക്ഷൻ വന്നൊക്കെ ആണെങ്കിൽ പോലും ദേ ആർ നോട്ട് കൺസേൺഡ്. വളരെ കുറച്ച് സർജറികൾ ഇത്ര ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് തരുന്നുള്ളൂ. The baggage is gone. Baggage is gone.